അവസാനം ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്ത് പോകല്ലേ, ഈ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. കാര്യം വേറൊന്നുമില്ല, നിങ്ങളുടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്തിട്ട് അതിന്റെ ആ ബ്ലോക്ക് ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിലൊരു ഇപ്പൊ 2-3 പേര് ആൾക്കാരെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അവരുടെ പേര് പോലും കാണത്തില്ല, ജസ്റ്റ് നമ്പർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ നമ്പർ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാവത്തില്ല എന്തിനാണ് ആ ഒരു ടൈമിൽ നമ്മൾ അയാളെ ബ്ലോക്ക് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് പോലും നമുക്ക് ആ ഒരു ടൈം തിങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തി നമ്മൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ചിലപ്പം നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, അതായത് വേറെ നമ്പർ വഴി. അപ്പൊ അങ്ങനെ ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടെന്ന് ആലോചിക്കുകയും ചിലപ്പം അവർ പോലും ഒന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഒന്ന് ബ്ലോക്ക് മാറ്റിയിരുന്നെങ്കിലും. ചിലപ്പോൾ ആ ഒരു സമയത്ത് ചെയ്തു പോയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക റീസൺ ഇല്ലാതെ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞു, ചിലപ്പം എന്തൊക്കെയോ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ലൈഫിൽ ഇപ്പൊ 2 പേരും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ മെയിനായിട്ട് നമുക്ക് തന്നെ ആലോചിച്ചെടുക്കാമല്ലോ നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തോരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂടായോ കാര്യം അവരുടെയൊക്കെ ഒരു അവസ്ഥ